വിമാനയാത്രയിൽ ഇടയ്ക്കിടെ നിയന്ത്രണം തുടരുന്നു. ഇത് ഗൾഫ് നാടുകളിൽ നിന്ന് ഓണം അവധിക്ക് നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രക്കാരെ ബാധിക്കും. കുവൈത്ത്, ബഹ്റൈൻ എന്നിവിടങ്ങളിലുള്ള യാത്രക്കാരാണ് കൂടുതൽ പ്രയാസത്തിലാവുന്നത്. ആകാശത്ത് ആശങ്ക തീരുന്നില്ല. വിമാനയാത്രയിൽ ഇടയ്ക്കിടെ നിയന്ത്രണം തുടരുന്നു. ഇത് യുദ്ധ സാഹചര്യത്തെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ ആശങ്ക ഇടയ്ക്കിടെ ഉണ്ടാകുന്നത്. നിയന്ത്രണം ഗൾഫ് നാടുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഓണം അവധിക്ക് നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പ്രവാസികളെ ഇത് വെട്ടിലാക്കിയിരിക്കുന്നു. പല സർവീസുകളും പുനരാരംഭിച്ചിട്ടില്ല. അതിനാൽ കോഴിക്കോട് വിമാനത്താവളം വഴിയുള്ള യാത്രക്കാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ഇന്ധനവില വർധനയും മറ്റും കാരണം ടിക്കറ്റ് നിരക്ക് കൂടിയിട്ടുണ്ട്. എങ്കിലും പല സെക്ടറുകളിലും വിമാന സർവീസ് ഉറപ്പാക്കാൻ സാധിക്കാത്തതാണ് പ്രധാന പ്രശ്നമായി യാത്രക്കാർ പറയുന്നത്. കൂടുതൽ പ്രയാസത്തിലായിരിക്കുന്നത് കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാരാണ്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് കുവൈറ്റ്, ബഹ്റൈൻ വിമാനത്താവളത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് മിക്ക ദിവസങ്ങളിലും മുടങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനു പുറമെ ഖത്തർ എയർവേസ് കോഴിക്കോട്ട് നിന്നുള്ള കുവൈറ്റ്, ബഹ്റൈൻ സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ദുബായ്, ഒമാൻ വിമാന സർവീസുകൾ പലപ്പോഴും വൈകി ഓടുന്നതായും പറയുന്നു. അതിനു പുറമെ ആകാശപാതകളിൽ യാത്രയ്ക്കായി അനുമതി ലഭിക്കാൻ വൈകുന്നതും നിയന്ത്രണം തുടരുന്നതും കാരണമായി സമയവ്യത്യാസങ്ങൾ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും യാത്രക്കാർ പറയുന്നുണ്ട്. യാത്രക്കാരുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് രാത്രി സർവീസുകൾ ആരംഭിക്കണമെന്നും അഭ്യർത്ഥനയുണ്ട്. എന്നാൽ ഫെബ്രുവരിയിൽ യുദ്ധം തുടങ്ങിയതോടെ രാത്രി സർവീസുകൾക്ക് അനുമതി ലഭിക്കാൻ കാലതാമസം നേരിടുന്നത് പല സർവീസുകളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് സെക്ടറിലേക്കുള്ള യാത്ര അതികഠിനമാണ്. ഇതുകൂടാതെ കേരളത്തിലേക്ക് എത്താൻ കരിപ്പൂരിലാണ് മറ്റൊരാശ്രയം. എന്നാൽ കരിപ്പൂരിൽ വലിയ വിമാനങ്ങളില്ല. ചെറിയ വിമാനങ്ങൾക്ക് ഇന്ധനശേഷിയും കുറവാണ്. അതും വലിയ ഗുരുതര പ്രശ്നമാണ്. യുദ്ധ നിയന്ത്രണങ്ങൾ വന്നാൽ ഇന്ധനശേഷി കുറവുള്ള വിമാനങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. പലപ്പോഴും ചുറ്റിക്കറങ്ങി പോകേണ്ടി വരുമ്പോൾ സമീപ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ഇറങ്ങി ഇന്ധനം നിറയ്ക്കേണ്ട പ്രശ്നവും വരുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് ചെറിയ നിയന്ത്രണങ്ങൾ വന്നാൽ പോലും വിമാനം റദ്ദാക്കുന്നതാണ് പതിവ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്പൈസ് ജെറ്റിന്റെ കോഴിക്കോട്, ദുബായ് സർവീസുകൾ മാറ്റം വന്നിട്ടുണ്ട്. അതേസമയം മേഖലയിൽ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ യുഎയിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകൾക്ക് തടസ്സം നേരിടുന്നുണ്ട്. എമിറേറ്റ്സ്, ഇത്തിഹാദ്, എയർ അറേബ്യ, ഫ്ലൈ ദുബായ് തുടങ്ങിയ വിമാന കമ്പനികളുടെ ചില സർവീസുകൾ റദ്ദാക്കുകയും ചിലത് വൈകുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട്. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് ഔദ്യോഗിക വിമാന സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് വിവിധ വിമാന കമ്പനികൾ നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.